നമസ്കാരം. കേരള ചരിത്രത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത് വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ജനിച്ചതും അതേപോലെ തന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തതും നമ്പൂതിരി സമൂഹത്തെ എങ്ങനെയൊക്കെ അദ്ദേഹം വളർത്തി കൊണ്ടുവന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു തീർത്തത്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, ശേഷം ഈ വീഡിയോയിലേക്ക് കടക്കുക. കാരണം ഇതൊരു തുടർച്ചയായിട്ടാണ് പോകുന്നത്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അനുയായികൾ തന്നെയാണ് പാർവതിയും അതേപോലെ ആര്യപ്പള്ളവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും PSC ടേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആര്യപ്പള്ളത്തെക്കുറിച്ചാണ്. ആര്യപ്പള്ളം വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ഒരു അനുയായി തന്നെയായിരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആര്യപ്പള്ളത്തിൻ്റെ ചെറിയൊരു രേഖാചിത്രമാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത്. ജനനം 1908 ആര് ജനിക്കുന്നത്? നമ്മുടെ ആര്യപ്പള്ളം. 13-ാം വയസ്സിൽ വിവാഹിതയായ നവോത്ഥാന നായികയാണ് ആര്യപ്പള്ളം. എത്രാം വയസ്സിലാണ്? ചെറിയ പ്രായത്തിൽ തന്നെയാണ് ആര്യപ്പള്ളം കല്യാണം കഴിച്ചു കഴിഞ്ഞത്. പള്ളത്തുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി എന്ന സാമൂഹിക പരിഷ്കർത്താവിനെയാണ് ഇവർ വിവാഹം ചെയ്തത്. ആരെയാണ് വിവാഹം ചെയ്തത്? പള്ളത്തുമനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരി. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക നവോത്ഥാന നായികയാണ് ആര്? ആര്യപ്പള്ളം. എന്താണ്? നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ആര് പ്രവർത്തിച്ചത്? നമ്മുടെ ആര്യപ്പള്ളം. തൻ്റെ സമുദായത്തിലെ പെൺകുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൃത്താലയ്ക്കടുത്ത് ഒരു വായനശാലയുടെ സമ്മേളനത്തിൽ ഘോഷയില്ലാതെ ഒരു ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായികയാണ് ആര്? നമ്മുടെ ആര്യപ്പള്ളം. എന്താണ്? നമ്മുടെ സമുദായത്തിലെ കുറച്ച് പെൺകുട്ടികളെ കൂട്ടിയിട്ട് എന്ത് ചെയ്തു ആര്യപ്പള്ളം? ഒരു ഘോഷ അധികം ഇതൊന്നും ഇല്ലാതെ വെറുതെ ഒരു മാർച്ച് പോലെ നടത്തി. എവിടേക്ക്? തൃത്താലയ്ക്ക് അടുത്തുള്ള ഒരു വായനശാലയുടെ സമ്മേളനത്തിന്. കേരളത്തിലെ ആദ്യ വിവിധ വിവാഹമായ MRBയുടെ വിവാഹം ലോക ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ MRBയുടെയും ശ്രീമതി ഉമാ അന്തർജനത്തിൻ്റെയും വിവാഹം ഇതാ നടക്കുന്നു, എല്ലാവരും പങ്കെടുക്കുക എന്ന പേരിൽ മാതൃഭൂമി പത്രത്തിൽ എന്ന് പരസ്യം കൊടുത്തു. എന്താണ്? ആദ്യ വിധവാ വിവാഹമാണ് ആരൊക്കെ തമ്മിലുള്ളത്? MRBയുടെയും ശ്രീമതി ഉമാ അന്തർജനത്തിൻ്റെയും. അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ ആര്യപ്പള്ളം ചെയ്യുന്നത്? മാതൃഭൂമി പത്രത്തിൽ നമ്മുടെ പരസ്യം കൊടുക്കുന്നത്. നമ്പൂതിരി വനിതകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വനിതയാണ് അത് നമ്മുടെ ആര്യപ്പള്ളം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പൂതിരി ബിൽ ചർച്ച ചെയ്യുന്നതിനായി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതയാണ് നമ്മുടെ ആര്യപ്പള്ളം. എന്താണ്? നമ്പൂതിരി ബില്ല് ചർച്ച ചെയ്യുന്നതിന് എവിടേക്കാണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിതയാണ് നമ്മുടെ ആര്യപ്പള്ളം. മാത്രമല്ല, ഹരിജൻ വിഭാഗം കുട്ടികൾക്ക് എറയൂർ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ്, അഥവാ സാമൂഹിക നവോത്ഥാന നായികയാണ് നമ്മുടെ ആര്യപ്പള്ളം എന്ന് പറയുന്നത്. സരസ്വതി, P. പ്രിയദത്ത, AC പ്രിയദത്ത, അതേപോലെ ദേവസേന എന്നിങ്ങനെയുള്ള നമ്പൂതിരി സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് പാലിയം സത്യാഗ്രഹത്തിന് അനുകൂലമായി ജാഥ സംഘടിപ്പിച്ച നവോത്ഥാന നായികയാണ് ആര്? നമ്മുടെ ആര്യപ്പള്ളം. ആരൊക്കെയാണ്? സരസ്വതി, P. പ്രിയദത്ത, AC പ്രിയദത്ത, ദേവസേന. അവരൊക്കെ കൂട്ടിയിട്ട് എവിടേക്കാണ് എന്ത് സത്യാഗ്രഹമാണ് ചെയ്തത്? അത് നമ്മളെ പാലിയം സത്യാഗ്രഹമാണ് ചെയ്തത്. ആരാണ് നമ്മുടെ നായിക? അത് നമ്മുടെ ആര്യപ്പള്ളം. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണത്തിന് യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് അതാരാണ്? നമ്മുടെ ആര്യപ്പള്ളവും പാർവതി നെന്മേനി മംഗലവും. എന്താണ് മറക്കുട ബഹിഷ്കരിക്കാനുള്ള കാരണം? അതായത് ഇപ്പോഴത്തെ നമ്മൾ പർദ്ദ ഇട്ട് നടക്കത്തില്ലേ, അതേപോലുള്ള ആയിരുന്നു. ഒരു പനയോലയുടെ ഒരു മറവിൽ ഒരു ഡ്രസ്സ് പോലെ ധരിച്ചിട്ട് നടക്കുക എന്ന രീതിയിൽ ആ ബഹിഷ്കരണത്തിന് നേതൃത്വം നൽകിയത് ആരാ? നമ്മുടെ ആര്യപ്പള്ളവും പാർവതി നെന്മേരി മംഗലം. ഇവരെ കുറിച്ചാണ് നമ്മളിന്ന് രണ്ടുപേരെയും കുറിച്ച് നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആര്യപ്പള്ളം മറക്കുട ബഹിഷ്കര യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്? വി.ടി. ഭട്ടതിരിപ്പാട്. അതാണ് നമ്മൾ വി.ടി. ഭട്ടതിരിപ്പാട് കഴിഞ്ഞ തന്നെ ആര്യപ്പള്ളവും അതേപോലെ തന്നെ പാർവതി നെന്മേനി മംഗലത്തെ എടുക്കാനുള്ള കാരണം തന്നെ അതൊരു കണക്ഷൻ എന്ന രീതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആരാണ്? അത് ആര്യപ്പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നടത്തിയ നമ്മുടെ നവോത്ഥാന നായിക ആര്യപ്പള്ളം. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി അന്തംപുരം മർദ്ദനനേശം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ ആര്യപ്പള്ളം. എന്തൊക്കെയാതോ
സ്വാതന്ത്ര്യത്തിനായി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി അന്തംപുരം മർദ്ദനേശം എന്ന പ്രമേയ അവതരിപ്പിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ ആര്യപ്പള്ളം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ 13-ാം വയസ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു, 21-ാം വയസ്സിലൊക്കെ എന്ത് ചെയ്തു എന്നൊക്കെ നമ്മളെ കാര്യം കമ്പയർ ചെയ്താലും മനസ്സിലാവും. അന്തർജന സ്ത്രീകൾക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ജോലി ചെയ്യുന്നതിന് വേണ്ടി ആര്യപ്പള്ളം എന്ത് സഹായിച്ചു? അതിനു വേണ്ടിയിട്ട് സഹായിച്ചു, ആര്യപ്പള്ളം സഹായിച്ചു. അന്തർജന സ്ത്രീകൾക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ജോലി ചെയ്യുന്നതിന് വേണ്ടി ആര്യപ്പള്ളം അവരെ സഹായിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ലക്കടി എന്ന സ്ഥലത്തെ തിരുത്തിമനയിൽ ഒരു നെയ്ത്ത് കേന്ദ്രം ആരംഭിച്ചു. എന്താണ്? അന്തർജന സ്ത്രീകളുടെ ഓരോ കഴിവുണ്ടല്ലോ, അവർക്ക് ഓരോ സ്പ്ലിറ്റ് ആയിട്ട് ഓരോ ജോലി കൊടുക്കുക എന്ന ലക്ഷ്യമായി തിരുത്തിമനയിൽ ഒരു നെയ്ത്ത് കേന്ദ്രം ആര് സ്ഥാപിച്ചു? നമ്മുടെ ആര്യപ്പള്ളം സ്ഥാപിച്ചു. തോട്ടപ്പുറത്ത് കുഞ്ഞുണ്ണി മേനോന്റെ നേതൃത്വത്തിൽ ചെറുമി വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച നവോത്ഥാന നായികയാണ് ആരാണ്? നമ്മുടെ ആര്യപ്പള്ളം. എന്താണ്? തോട്ടപ്പുറത്ത് കുഞ്ഞുണ്ണി മേനോന്റെ നേതൃത്വത്തിൽ ചെറുമി വനിതകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു. ആര്? നമ്മുടെ ആര്യപ്പള്ളം. ആര്യപ്പള്ളത്തിന്റെ പ്രവർത്തന ഫലമായാണ് ചെറുമി സ്ത്രീകൾക്ക് കല്ലുമാല ഉപേക്ഷിക്കാൻ തയ്യാറായത്. എന്താണ്? നമ്മുടെ ആര്യപ്പള്ളത്തിന്റെ പ്രവർത്തന ഫലമായാണ് ചെറുമി സ്ത്രീകൾക്ക് കല്ലുമാല ഉപേക്ഷിക്കാൻ തയ്യാറായത്. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ്? അതും നമ്മുടെ ആര്യപ്പള്ളമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്മൾ തൊഴിൽ കൊടുക്കുക എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, അന്തർജന സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുക, അവരുടെ യോഗ്യത അനുസരിച്ച് തൊഴിൽ കൊടുക്കുക എന്ന രീതിയിൽ ഒരു നെയ്ത്ത് കേന്ദ്രം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അതായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതെന്താ? തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകമാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ നാടകം. വള്ളുവനാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചു ക്ഷേത്രപ്രവേശത്തിന് വാദിച്ച വനിതയാണ് ആര്? നമ്മുടെ ആര്യപ്പള്ളം. അപ്പോൾ എന്തു പേര് വന്നു? വള്ളുവനാട്ടിലെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാ? നമ്മുടെ ആര്യപ്പള്ളം. വള്ളുവനാട്ടിലെ കീഴാള വനിതകൾക്ക് ബ്ലൗസ് ധരിച്ച് നടക്കാൻ ധൈര്യം പകർന്ന വനിത ആരാ? നമ്മുടെ ആര്യപ്പള്ളം. എത്രാം വയസ്സിലാണെന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കണം. ഇത്രയാണ് നമ്മുടെ ആര്യപ്പള്ളത്തിനെ കുറിച്ചിട്ട് ഇത്ര പഠിക്കേണ്ടത്. ഒന്നുകൂടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ജസ്റ്റ് വീഡിയോയുടെ ബാക്കിലോട്ട് പോയിട്ട് പഠിക്കാവുന്നതാണ്. അടുത്ത പവർഫുൾ ആയിട്ടുള്ള നവോത്ഥാന നായികനെ കുറിച്ച് പഠിക്കാം. ആരാണ്? നമ്മുടെ പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം എന്നാണ് ജനിച്ചത്? 1911 തൊട്ടിട്ട് 1947 വരെയാണ് ആരുടെ ജനനം? ജനനമരണം നമ്മുടെ പാർവതി നെന്മേനി മംഗലത്തിന്റെ. ആദ്യത്തെ പോയിന്റ് നോക്കാം. 1911 തൃശ്ശൂരിലെ ഇരഞ്ഞാലക്കുടക്കടുത്ത് നടവരമ്പ് നെല്ലൂരിയത്തുമനയിൽ വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അമ്മയുടെയും മകളായി ആര് ജനിച്ചു? നമ്മുടെ പാർവതി നെന്മേനി മംഗലം. ആരാണ്? വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അമ്മയുടെയും മകളായിട്ട് ആര് നമ്മുടെ ജനിച്ചു? പാർവതി നെന്മേനി മംഗലം. 14-ാം വയസ്സിൽ നെന്മേനി മംഗലം ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുമായി വിവാഹം നടക്കുകയാണ് നമ്മുടെ പാർവതി നെന്മേനി മംഗലത്തിന്റെ. എന്താണ്? 14-ാം വയസ്സിലാണ് കല്യാണം നടക്കുന്നത്. സ്വന്തം സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പാർവതി ആദ്യമായി പ്രവർത്തിച്ചുകൊണ്ടത്. നമ്മുടെ ആര്യപ്പള്ളം എന്തായിരുന്നു? നമ്മുടെ നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. സ്വന്തം ഇല്ലത്തിൽ ഉൾപ്പെടെ 12 സ്ത്രീകളെ ഉൾപ്പെടുത്തി 1931 പാർവതി സ്ഥാപിച്ച സംഘടനയാണ് അന്തർജന സമാജം. നമ്മുടെ VT ഭട്ടതിരിപ്പാട് പഠിച്ചപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു മെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആരും ഇൻവോൾവ്ഡ് ആണ്? നമ്മുടെ VT ഭട്ടതിരിപ്പാടും ഇൻവോൾവ്ഡ് ആണ്. പാർവതി നെന്മേനി മംഗലം ചെയ്ത പ്രധാന ബഹിഷ്കരണങ്ങൾ ഏതൊക്കെ നോക്കാം. മറക്കുട ബഹിഷ്കരണം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർദ്ദ പോലെ അന്നൊരു പനയോല വെച്ചിട്ട് ഇടുന്നൊരു ഡ്രസ്സാണത്. ബ്ലൗസ് ഇട്ടുകൊണ്ട് മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങി. എന്താണ്? ബ്ലൗസ് ഇട്ടുകൊണ്ട് മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങി. കാതുകുത്തി കമ്മലിടാൻ തുടങ്ങി. ഘോഷ ബഹിഷ്കരിച്ചു. അതുപോലെ തന്നെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ ആര് തുടങ്ങി? നമ്മുടെ പാർവതി നെന്മേനി മംഗലം തുടങ്ങി. എന്തൊക്കെയാണ്? മറക്കുട ബഹിഷ്കരണം, ബ്ലൗസ് ഇട്ടുകൊണ്ട് മേൽമുണ്ട് ധരിക്കാൻ തുടങ്ങി, അതുപോലെ കാതുകുത്തി കമ്മലിടാൻ തുടങ്ങി, ഘോഷ ബഹിഷ്കരിച്ചു. അതേപോലെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ ആര് തുടങ്ങി? നമ്മുടെ പാർവതി നെന്മേനി മംഗലത്ത് തുടങ്ങി. നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവ പുനർവിവാഹത്തിന് പിന്നിൽ പ്രവർത്തിച്ച വനിതയാണ് ആര്? പാർവതി നെന്മേനി മംഗലം. ഇതാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യ വിധവ പുനർവിവാഹത്തിന് പിന്നിൽ പ്രവർത്തിച്ച വനിതയാണ് ആര്? നമ്മുടെ പാർവതി നെന്മേനി മംഗലം.
യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിതയാണ് നമ്മുടെ പാർവതി നെന്മേനി മംഗലം. എന്താണ്? യുവജന ക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷയായ വനിത ആരാണ്? പാർവതി നെന്മേനി മംഗലം. 1932 തളിപ്പറമ്പ് യോഗത്തിൽ ഏതാണ്? യോഗക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ നടന്നതാണ് തളിപ്പറമ്പ് യോഗം. അവിടെ എന്ത് വെച്ച് നടന്നു? മറക്കുട ഇല്ലാതെ പാർവതി ഉൾപ്പെടെ 6 നമ്പൂതിരി സ്ത്രീകൾ പങ്കെടുത്തു. എന്താണ്? മറക്കുട ഇല്ലാതെ 6 നമ്പൂതിരി സ്ത്രീകൾ ഉൾപ്പെടെ ആര്? പാർവതി നെന്മേനി മംഗലം പങ്കെടുത്തു. ഇനി ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആദർശം പ്രസംഗിച്ച് നടക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. അത് വളരെ എളുപ്പമാണ്. എന്ത്? ആദർശം സംസാരിച്ച് നടക്കാൻ നമുക്ക് എന്താ പറ്റും, എങ്ങനെയാണ് പറ്റും. സ്വന്തം പ്രവൃത്തി കൊണ്ട് മാതൃക സൃഷ്ടിക്കുവാൻ ബിംബുന്ന ധീരാത്മാക്കളെയാണെന്ന് പരിവർത്തനത്തിന് ആഗ്രഹിക്കുന്ന സമുദായത്തിന് ഇന്നാവശ്യം. അതായത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ, അതായത് വീമ്പിളക്കുന്നത് നമുക്ക് ആവശ്യമില്ല. എന്താണ്? പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ പാർവതി നെന്മേനി മംഗലം. ഞാൻ ചോദിക്കുന്നു, വിധവയായ ഒരു വനിത പുനർവിവാഹത്തിന് തയ്യാറായാൽ ആ ഭാഗ്യം കെട്ടവളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എന്താണ് ചോദിച്ചത്? വിധവയായുള്ള ഒരു സ്ത്രീനെ നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാണോ? ഇത് പാർവതി നെന്മേനി മംഗലത്തിന്റെ പ്രസിദ്ധമായ പ്രസംഗങ്ങളിൽ നിന്നുള്ള ഒരു വാക്കാണ്. എന്താണ്? ആദർശം പറഞ്ഞു നടക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ എന്താ? അത് പ്രവർത്തിച്ച് കാണിക്കാൻ ഇവിടെ ആരൊന്നുമില്ല. അതിപ്പോഴത്തെ കാലഘട്ടത്തിലായിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഇപ്പം നവോത്ഥാന നായകർ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ട് പഠിച്ചു വരുമ്പോൾ അവരൊക്കെ കാണുമ്പോൾ എന്താ എടുത്ത് കണക്കിലിടാൻ തോന്നും. 21-ാം വയസ്സിലാണ് ഈ പ്രസംഗം നടത്തിയത്. അപ്പോൾ എത്രത്തോളം നമ്മളൊക്കെ 21-ാം വയസ്സിൽ എന്താണ് ചെയ്തിരുന്നത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. പർദ്ദ ബഹിഷ്കരണത്തിന്റെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നമ്പൂതിരി വനിതയാണ് അത് പാർവതി നെന്മേനി മംഗലം. എന്താണ്? 1929. എന്താണ്? പർദ്ദ ബഹിഷ്കരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. മലപ്പുറത്ത് നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായികയാണ് ആര്? പാർവതി നെന്മേനി മംഗലം. ആരാണ്? മലപ്പുറത്ത് നിന്നും കോട്ടയം വരെ ബോധവൽക്കരണ ജാഥ നടത്തി നമ്മുടെ പാർവതി നടത്തി. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി ആരാണ്? നമ്മുടെ പാർവതി നെന്മേനി. അതിൽ ആരൊക്കെ ഇൻവോൾവ് ആണ്? നമ്മുടെ ആര്യപ്പള്ളം ഇൻവോൾവ് ആണ്. അതേപോലെ തന്നെ VT ഭട്ടതിരിപ്പാടും ഉണ്ടായിരുന്നു. ചേറ്റുപുഴയിൽ അന്തർജന സമാജം രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാരാ? അത് നമ്മുടെ പാർവതി നെന്മേനി മംഗലാണ്. അതായത് ചേറ്റുപുഴയിൽ അന്തർജന സമാജത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ പാർവതി നെന്മേനി മംഗലമാണ്. അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കുവാൻ പറഞ്ഞ നവോത്ഥാന നായികയാണ് അതാരാണ്? പാർവതി നെന്മേനി മംഗലം. എന്താണ്? അന്തർജനങ്ങളോട് ഓലക്കുട ഉപേക്ഷിക്കാൻ പറഞ്ഞ നവോത്ഥാന നായിക പാർവതി നെന്മേനി മംഗലം. മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് ആര്യപ്പള്ളത്തിനോടൊപ്പം നേതൃത്വ നിരയിലുണ്ടായിരുന്ന നവോത്ഥാന നായിക അതാരാണ്? അതും നമ്മുടെ പാർവതി അമ്മ. അതാണ് ആര്യപ്പള്ളത്തിനൊപ്പം ആര് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു? പാർവതി. അപ്പോൾ ഒരു എല്ലാം കൂടെ ഒരു ഇതായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അതേപോലെ VT ഭട്ടതിരിപ്പാടും നമ്മുടെ ആര്യപ്പള്ളവും അതേപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന പാർവതി നെന്മേനി മംഗലം. 1934 സെപ്റ്റംബർ 4 മാതൃഭൂമി പത്രത്തിൽ പാർവതി എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ടാണ് MRBയുടെ വേളിക്ക് പുറപ്പെടുക. എന്താണ്? 1934 സെപ്റ്റംബർ 4 എന്തില് മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനം എഴുതി. എന്താണ്? MRBയുടെ വേളിക്ക് പുറപ്പെടുക. എന്താണ്? MRBയുടെ വേളിക്ക് പുറപ്പെടുക. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ അപ്പോൾ ഓർമ്മ വരണം ആരാണ്? നമ്മുടെ പാർവതി നെന്മേനി മംഗലാണ്. പക്ഷേ പരസ്യം കൊടുത്തത് എന്താ? പരസ്യം കൊടുത്തത് ആരായിരുന്നു? അത് നമ്മുടെ ആര്യപ്പള്ളമായിരുന്നു. മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല. എന്താണ്? മംഗല്യ സൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന് പറഞ്ഞ നവോത്ഥാന നായികാരാണ്? നമ്മുടെ പാർവതി നെന്മേനി മംഗലമാണ്. കൊച്ചി നിയമസഭയിൽ അവതരിക്കപ്പെട്ട നമ്പൂതിരി ബില്ലിനെ സംബന്ധിച്ച് അന്തർജനങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ നിർദ്ദേശിച്ച വനിതയാണ് ആര്? പാർവതി നെന്മേനി മംഗലം. എന്താണ്? നമ്പൂതിരി ബില്ലിനെതിരെ സംബന്ധിച്ച് അന്തർജനങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ നിർദ്ദേശിച്ച വനിതയാണ് ആര്? നെന്മേനി മംഗലം. നമ്മുടെ ആര്യപ്പള്ളത്തിനെയും ഒരു നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടിയും കാണുന്നുണ്ടെങ്കിൽ കാണുക പോയിട്ട്. ഇത്രയാണ് നമ്മൾ 2 വനിതകളെ കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് PSC പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായുള്ള ഉദ്യോഗാർത്ഥികൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് ടോപ്പിക് വൈസ് ആയിട്ട് PSC സിലബസ് മൊത്തമായി തീർക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്
ഈ വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.